ഹായ്, എല്ലാവർക്കും പേ ഔട്ട് അക്കൗണ്ടിൻ്റെയാണ് സംശയം. ഒരുപാട് ആളുകൾ കൂടുതലും മെസ്സേജ് പേ ഔട്ട് അക്കൗണ്ടിൻ്റെയാണ്. പെട്ടെന്ന് ഞാൻ പറഞ്ഞുതരാം, പക്ഷെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യരുത്. ഇനി മുന്നോട്ടായാലും ഇനി ചെയ്യാനുള്ളവരായാലും പെട്ടെന്ന് ചെയ്യരുത്. സാവധാനം സമയമെടുത്ത് ഓരോന്നും വായിച്ച് മനസ്സിലാക്കി അറിയത്തില്ലെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് അന്വേഷിച്ചിട്ട് മാത്രമേ ചെയ്യാവൂ. വേറെ പ്ലാറ്റ്ഫോം പോലെയല്ല. ഫേസ്ബുക്കിലൊന്ന് നമ്മൾ എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് എഡിറ്റ് ചെയ്യണമെങ്കിൽ നല്ല മെനക്കേടാണ്. അതുകൊണ്ട് തന്നെ അറിയത്തില്ലാത്ത കാര്യങ്ങൾ നോക്കി അന്വേഷിച്ചിട്ട് മാത്രം ചെയ്യുക. പേ ഔട്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞ് ഫേസ്ബുക്ക് നിങ്ങളുടെ മോണിറ്റൈസേഷൻ ടാബിലാണ് നോട്ടിഫിക്കേഷൻ വരിക. ആദ്യമേ ഞാൻ പറയാം, നിങ്ങൾക്ക് ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ തരും, അല്ലാണ്ട് നിങ്ങൾ എവിടെയും സെറ്റിംഗ്സിൽ പോയി എടുക്കേണ്ട ഒരു ആവശ്യമില്ല. കുറച്ച് പേർക്ക് പൈസ വന്നു തുടങ്ങിയതിന് ശേഷമായിരിക്കും ഇങ്ങനെ ഒരു ഓപ്ഷൻ തരുന്നത്. കുറച്ച് പേർക്ക് നിങ്ങൾക്ക് പൈസ വരുന്നതിന് മുമ്പ് തന്നെ ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ തരും. ഇനി എൻ്റെ കേസിലാണെങ്കിൽ പൈസയും വരാണ്ട് കണ്ടന്റ് മോണിറ്റൈസേഷൻ അപ്രൂവ് ആകാണ്ടാണ് എനിക്ക് ഈ നോട്ടിഫിക്കേഷൻ വന്നത്. നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസ് ആഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് മോണിറ്റൈസേഷൻ ടാബിലാണ് കിട്ടുന്നത്. ഫേസ്ബുക്കിന്റെ മോണിറ്റൈസേഷൻ ടാബ് എടുക്കുമ്പോൾ ഇതേപോലെയാണ് കാണുക. സെറ്റപ്പ് യുവർ പേ ഔട്ട് അക്കൗണ്ട് ടു ഗെറ്റ് പെയ്ഡ്. പ്രധാനമായിട്ടും 4 പേജാണ് വരുന്നത്. 5ാമത്തെ പേജോട് ടാക്സ് ഇൻഫർമേഷൻസ് ആണ് ആഡ് ചെയ്യുന്നത്. ഇത് കുറച്ച് നീട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് പാർട്ടായിട്ട് ഞാൻ ടാക്സിന്റെ കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്മൾ ഇതേപോലെ വരുമ്പോഴത്തേക്കും ആ സെറ്റപ്പ് പേ ഔട്ട് അക്കൗണ്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ബേസിക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫസ്റ്റ് പേജ് വരും. അവിടെ ലീഗൽ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് കാണാൻ പറ്റും. ലീഗൽ ഫസ്റ്റ് നെയിം എന്നുള്ളത് നിങ്ങളുടെ ബാങ്കിലെ ഫസ്റ്റ് നെയിം ഇല്ലേ, അത് കൊടുക്കുക. അല്ലാണ്ട് ഫേസ്ബുക്കിലെ പേരല്ല കൊടുക്കേണ്ടത്. ഫേസ്ബുക്കിലെ പേര് നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് പ്രൊഫൈലിന്റെ പേര് അല്ലെങ്കിൽ പേജിന്റെ പേര് എന്തോ ആയിക്കോട്ടെ, അതും ബാങ്കിന്റെ പേരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. ബാങ്കിലെ ഒഫീഷ്യൽ പേര്, അതായത് നിങ്ങളുടെ ID കാർഡിലെ ഒഫീഷ്യൽ പേര്, അതിന്റെ ലീഗൽ ഫസ്റ്റ് നെയിം നിങ്ങൾക്ക് അവിടെ കൊടുക്കാം. ലീഗൽ ലാസ്റ്റ് നെയിം കുറെ അധികം പേര് പറയുന്നുണ്ട്, അവിടെ ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി. ഡോട്ട് ഇട്ട് കൊടുക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് സെക്കൻഡ് നെയിം ആയിട്ടുണ്ടെങ്കിൽ, സർനെയിം ഉണ്ടെങ്കിൽ അത് അവിടെ ആഡ് ചെയ്യാം. ഞാൻ അവിടെ സർനെയിം ആണ് കൊടുത്തത്, ഡോട്ട് കൊടുത്തിട്ടില്ല. അവിടെ നമ്മുടെ സെക്കൻഡ് നെയിം കൊടുക്കുക. ഇനി അത് ലീഗൽ ഫസ്റ്റ് നെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്നുള്ള കൺഫ്യൂഷൻ വരുവാണെങ്കിൽ നിങ്ങളുടെ പേര്, ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം എന്താ പറയാം, ഓക്കെ, അബിൻ ജോസഫ്. അബിൻ ജോസഫ് എന്നുള്ളതാണെങ്കിൽ ലീഗൽ ഫസ്റ്റ് നെയിമിൻ്റെ അവിടെ അബിൻ എന്ന് വരും, ലാസ്റ്റ് നെയിമിൻ്റെ അവിടെ ജോസഫ് എന്നുള്ള വരും. അതായത് 2 പേര്, നിങ്ങളുടെ ആദ്യ പേരും നിങ്ങളുടെ സർനെയിം, നിങ്ങളുടെ അവസാന പേരും, നടുക്കൊരു പേരുണ്ടെങ്കിൽ തൽക്കാലം നിങ്ങളത് ചെയ്യണ്ട, ഇവിടെ അത് വരുന്നില്ല. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യണം. അവിടെ തെറ്റായിട്ട് മെൻഷൻ ചെയ്യരുത്. കുറേ ഫേക്ക് ID ഉള്ളവരോടും കൂടിയാണ് പറയുന്നത്. സോ ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ താഴെ കൺട്രി, ഓഫ് കോഴ്സ് നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇന്ത്യ എന്ന് കൊടുക്കാം. നിങ്ങളുടെ രാജ്യം ഏതാണോ ആ രാജ്യത്ത് കൊടുക്കാം. കാരണം നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് കൊടുക്കുന്നതെങ്കിൽ ഇന്ത്യയിൽ ഇന്ത്യൻ രൂപ ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. നിങ്ങൾ UAE-യിലാണെങ്കിൽ ദിർഹംസ് ആയിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറുന്നത്. US-ലാണെങ്കിൽ ഡോളർ ആയിട്ട് തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് കയറും. നിങ്ങൾ ഏത് രാജ്യത്താണോ ആ രാജ്യത്തെ ലോക്കൽ കറൻസി വെച്ചിട്ടാണ് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് ഫേസ്ബുക്ക് പൈസ തരുന്നത്. കണ്ടിട്ട് നമ്മൾ ഇന്ത്യ കൊടുക്കുന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ 2ാമത്തെ പേജ് കാണുന്നു. 2ാമത്തെ പേജിൽ 2 ഓപ്ഷൻ, വീണ്ടും കൺട്രി ചോദിക്കുന്നുണ്ട്, അതേപോലെ ബിസിനസ്